മുന്നണി മാറി അധികാരം പിടിക്കുന്ന ജോസ് കെ മാണിയുടെ അധികാര രാഷ്ട്രീയത്തിന് കേരള ജനത അന്ത്യം കുറിച്ചു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനുമടക്കം മത്സരിച്ച 12 സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടതോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദയനീയ പരാജയമാണിത്. നിയമസഭയിൽ ഒരംഗത്തെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത നാണം കെട്ട തോൽവി കൂടിയാണിത്. പാലിയുടെ മാണിക്യമായിരുന്ന പിതാവ് കെ എം മാണി 13 തവണ വിജയിച്ച പാലാ മണ്ഡലത്തിലാണ് ജോസ് കെ മാണി മാണി സി കാപ്പനോട് വീണ്ടും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ജലവിഭവ മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ കോൺഗ്രസിലെ റോയ് കെ പൗലോസിനോടാണ് ദയനീയമായി തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. UDF-ൽ ധനകാര്യ വകുപ്പും ജലവിഭവ വകുപ്പും ചീഫ് വിപ്പ് സ്ഥാനവും വഹിച്ചിരുന്ന UDF-ലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് എം 2020-ലാണ് ഇടതുപക്ഷത്തേക്ക് മാറിയിരുന്നത്. മുന്നണി ധാരണ പ്രകാരം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈമാറാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് കേരള കോൺഗ്രസ് എമ്മിനെ UDF പുറത്താക്കിയത്. 4 പതിറ്റാണ്ട് UDF-ന്റെ അവിഭാജ്യ ഘടകമായിരുന്ന കേരള കോൺഗ്രസ് എം പിന്നീട് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്നത് വേറിട്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. 2015-ൽ ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്ന് കെ എം മാണി ധനകാര്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. ബാർക്കോഴ കേസിൽ കെ എം മാണിയെ കോഴമാണി എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഇടതുപക്ഷം പിന്നീട് പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് ഉണ്ടായത്. മാണിയുടെ പാർട്ടിയെ ഇടതുപക്ഷം ഘടകകക്ഷിയാക്കിയ CPM 2021-ലെ പിണറായി വിജയൻ സർക്കാരിൽ ജലവിഭവ വകുപ്പ് മന്ത്രിസ്ഥാനവും വിട്ടു നൽകുകയുണ്ടായി. കേരള കോൺഗ്രസ് എമ്മിലെ റോഷി അഗസ്റ്റിനാണ് മന്ത്രിപദവി ലഭിച്ചിരുന്നത്. കെ എം മാണിയുടെ പുത്രനും പാർട്ടി ചെയർമാനുമായ ജോസ് കെ മാണിക്ക് രാജ്യസഭാ അംഗത്വം നൽകി അധികാര കസേരയിൽ ഇരുത്താനും CPM കരുതൽ കാണിച്ചിരുന്നു. 2021-ൽ കേരള കോൺഗ്രസ് എമ്മിന് ഇടതുമുന്നണി നൽകിയ 12 സീറ്റിൽ 5 വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. കെ എം മാണി 13 തവണ തുടർച്ചയായി വിജയിച്ച പാലാ സീറ്റിൽ ഇടതു തരംഗം ഉണ്ടായിരുന്നിട്ടും മകൻ ജോസ് കെ മാണി 15378 വോട്ടിന് 2021-ൽ പരാജയപ്പെട്ടതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. ഇത്തവണ പാല് തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ജോസ് കെ മാണി മത്സരിച്ചിരുന്നത്. രണ്ടാം വട്ടവും പരാജയപ്പെട്ടത് ജോസ് കെ മാണിയെ സംബന്ധിച്ച് അപ്രതീക്ഷിത തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനത്തിന് കത്തോലിക്ക സഭാ നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയിട്ടും മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇതിനെ എതിർത്തിരുന്നത്. റോഷിയെ മുന്നിൽ നിർത്തി പാർട്ടി പിളർത്തുമെന്ന ഭീഷണി CPM മുടക്കിയതോടെയാണ് ജോസ് കെ മാണി മുന്നണി മാറ്റം ഉപേക്ഷിച്ചത് എന്നാണ് പിന്നാമ്പുറ വാർത്തകൾ. എന്നാൽ ഈ പിന്മാറ്റം കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. കാര്യമായ ജനസ്വാധീനമില്ലാത്ത കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഈ തരംഗത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് അപ്രതീക്ഷിത നേട്ടമായാണ് മാറിയിരിക്കുന്നത്.